വെൽക്കം ടു ഈസി കുക്കിങ്സ്. അപ്പോൾ നമുക്കൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നോക്കിയാലോ. എഗ് ഫ്രൈഡ് റൈസാണ്. സോസ് ഒന്നും ചേർക്കാണ്ട് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വേഗത്തിലുണ്ടാക്കാൻ പറ്റിയ സ്വാദിഷ്ടമായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. 2 ക്യാരറ്റ്, ഒരു 6-7 ബീൻസ്, പിന്നെ ഒരു ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 3 കോഴിമുട്ടയും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നെയ്യിലാണ് വേവിക്കാൻ പോകുന്നത്. ഇനി നമുക്കിതൊക്കെ വേവിച്ചെടുക്കാം. ആദ്യം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കണം. മുട്ടയിലോട്ട് അല്പം ഉപ്പും അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ചിക്കി പൊരിച്ചെടുക്കാം. ഇത് പൊരിച്ച ശേഷം മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി ഈ പാനിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇനി നമുക്കിതിലോട്ട് 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർക്കാം. വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാൻ. നന്നായിട്ട് വെന്ത് പോവേണ്ട ആവശ്യമില്ല, ഒരല്പം വെന്താൽ മതിയാകും. ഇനി ഇതിലോട്ട് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് മിക്സാക്കിയ ശേഷം ഇതിലോട്ട് ഒരു സവാള ചേർക്കുന്നുണ്ട്. ഒരു സവാള ചെറുതായിട്ട് കൊത്തിയരിക്കുന്നതാണ് ചേർക്കുന്നത്. ഇത് കൂടെ ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലോട്ട് തക്കാളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഒരു തക്കാളിയിലോട്ട് അല്പം ഉപ്പും 2 അല്ലി വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്താണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായി മിക്സാക്കിയ ശേഷം നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് ബസ്മതി റൈസിലോട്ട് അല്പം നെയ്യും ഉപ്പും കൂടി ചേർത്താണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇത് ചേർത്ത് നന്നായി മിക്സാക്കിയ ശേഷം ഇതിലോട്ട് ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയം ചെക്ക് ചെയ്ത ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കൂടി ചേർക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് അല്പം മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാൻ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. ടേക്ക് കെയർ.